ഗസയിലെ ജനത മറ്റിടങ്ങളിലേക്ക് പോകണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവന ഏറെ വിവാദമായിരുന്നു. ഏറ്റവും ഒടുവിൽ ട്രംപിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. ഒരു അഭിമുഖത്തിലാണ് വിദേശകാര്യമന്ത്രി ശക്തമായ പ്രതികരണം നടത്തിയത്. ഗസയിലെ ജനങ്ങളെ ഒഴിപ്പിക്കുന്ന നടപടിയുമായി ട്രംപ് മുന്നോട്ടു പോയാൽ എന്താവും ഇറാൻ്റെ ഗെയിം പ്ലാൻ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പലസ്തീൻ ജനതയല്ല, ഇസ്രായേലികളെയാണ് ഒഴിപ്പിക്കേണ്ടതെന്നാണ് അബ്ബാസ് അരാഗ്ചി മറുപടി നൽകിയത്. മുമ്പ് പലരും പലസ്തീൻ ജനതയെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, എന്നാൽ അവരെല്ലാം പരാജയപ്പെട്ടു. പലസ്തീനെ ഒഴിപ്പിക്കാനാവില്ല, ഒപ്പം പലസ്തീനികളെയും പുറത്താക്കാൻ കഴിയില്ല, അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. പലസ്തീൻകാർക്ക് പകരം ഇസ്രായേലികളെ പുറത്താക്കാൻ ശ്രമിക്കൂ, അവരെ ഗ്രീൻലാൻഡിലേക്ക് മാറ്റൂ. അങ്ങനെയായാൽ ഒരു വെടിക്ക് 2 പക്ഷികളെ അവർക്ക് കൊല്ലാനാവും. ഗ്രീൻലാൻഡിലെ പ്രശ്നം പരിഹരിക്കുന്നതിനൊപ്പം ഇസ്രായേലികളുടെ പ്രശ്നങ്ങളും പരിഹരിക്കാം. അത് അവർക്ക് അനുയോജ്യമായ ഇടമായിരിക്കും, അബ്ബാസ് അരാഗ്ചി പരിഹസിച്ചു. ഗസയിലെ വംശഹത്യ ശുദ്ധീകരണമാണെന്നാണ് ട്രംപ് പറഞ്ഞത്. പലസ്തീനികളെ മറ്റ് രാജ്യങ്ങൾ ഏറ്റെടുക്കണം, അവിടെ അവർക്ക് സുഖമായി കഴിയാം. തീരദേശ മേഖലയിൽ നിന്ന് കൂടുതൽ പലസ്തീനികളെ ഏറ്റെടുക്കാൻ ഈജിപ്തും ജോർദാനും സന്നദ്ധരാവണം, ട്രംപ് പറഞ്ഞു. ഗസയുമായി ബന്ധപ്പെട്ട് ഈ ലോകം ഇപ്പോൾ സംസാരിക്കുന്നത് അവിടെ മരിച്ചു വീണ ആളുകളെക്കുറിച്ചാണ്. അതായത് 1.5 ലക്ഷം ആളുകളെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഞങ്ങളതെല്ലാം വൃത്തിയാക്കി, അത് കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്നവരെ മറ്റ് രാജ്യങ്ങൾ ഏറ്റെടുക്കണം. അങ്ങനെ ഗസയെ പൂർണ്ണമായും വൃത്തിയാക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ചില അറബ് രാജ്യങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട്. പലസ്തീനികളെ മറ്റൊരു സ്ഥലത്ത് പുനരധിവസിപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവർക്ക് അവിടെ സമാധാനത്തോടെ ജീവിക്കാം. പലസ്തീൻ അഭയാർത്ഥികളെ സ്വീകരിക്കുന്നതിന് ജോർദാനെ അഭിനന്ദിക്കുന്നു. നിങ്ങൾ കൂടുതൽ ആളുകളെ ഏറ്റെടുക്കുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ട്രംപ് പറഞ്ഞു. ജോർദാനിലെ അബ്ദുള്ള 2ാമൻ രാജാവ് ഫോണിൽ വിളിച്ചിരുന്നുവെന്നും ഈജിപ്റ്റ് പ്രസിഡൻറ്റുമായും സംസാരിക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. അതേസമയം ആഗോളതലത്തിൽ തന്നെ വൻ പ്രതിഷേധമാണ് ട്രംപിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ ഉയർന്നത്. ഇസ്രായേൽ നരകിപ്പിച്ചു കൊന്ന ആളുകളെയാണ് വെറും 1.5 ലക്ഷം ആളുകളെന്ന് പറഞ്ഞ് ചെറുതാക്കിയത്. ഇത് ഗസ ജനതയെ അപമാനിക്കലാണെന്ന് പ്രതിഷേധക്കാർ വ്യക്തമാക്കി. ട്രംപിൻ്റെ നിർദ്ദേശത്തെ പലസ്തീൻ ഇസ്ലാമിക് ജിഹാദും ശക്തമായി അപലപിച്ചു. ഇത് യുദ്ധക്കുറ്റങ്ങളുടെ പ്രോത്സാഹനമാണെന്ന് വിശേഷിപ്പിച്ച പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ശക്തമായി തന്നെ ഇതിനെ നേരിടുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ ഗസയിൽ 100 മസ്ജിദുകൾ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ഇന്തോനേഷ്യ. പലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇന്തോനേഷ്യൻ മോസ്ക് കൗൺസിലാണ് സംരംഭത്തിന് നേതൃത്വം നൽകുന്നത്. നിലവിലെ സംഘർഷം മൂലം വലിയ വെല്ലുവിളികൾ നേരിടുന്ന പലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യമാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ആദ്യപടിയായി 10ഓളം പള്ളികൾ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്.